പണ്ടൊക്കെ നേരിട്ട് പടക്ക കച്ചവടമായിരുന്നു. ഇപ്പോൾ പടക്ക കച്ചവടം നടത്തി ബോംബിട്ട് പോകുന്നതായിരുന്നു ഫാസിസമെങ്കിൽ ഇപ്പോൾ അങ്ങനെ വേണ്ട. ഇപ്പോൾ സമൂഹം തന്നെ ഒരു ബോംബായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരികൊളുത്തി വിട്ടാൽ മതി, പൊട്ടുന്നത് സമൂഹമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ഭാരതാംബയെക്കുറിച്ച് ഗവർണർ സംസാരിക്കുക വേണ്ട, അത് ഏറ്റെടുക്കാൻ പത്മനാഭ സേവാ സമിതിക്കാർ വരും, അത് ഏറ്റെടുക്കാൻ ആര് വരും? NSSലെ ചില ആളുകൾ വരും, അത് ഏറ്റെടുക്കാൻ SNDPയിലെയോ മറ്റേതെങ്കിലും ചില ആളുകൾ വരും. സമൂഹത്തിലെ പല പല തുറകളിൽ നിന്നുള്ള മനുഷ്യർ വരും. ഇവർക്കൊന്നും ആ സമുദായത്തിൻ്റെ പൂർണ്ണ പിന്തുണയില്ല. NSSൻ്റെ പിന്തുണയോടുകൂടിയല്ലോ മാളയിൽ അത് സ്ഥാപിക്കാൻ വന്നത്, ഒടുവിൽ ഇറക്കി വിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ വളരെ പരമപവിത്രമായി കരുതുന്ന ഒരു ആശയമല്ലേ അത്, ആ സാഹിത്യ സങ്കല്പമല്ലേ അത്. ആ ആശയത്തെ ഇത്ര കോമാളിത്തരം നിറഞ്ഞ രീതിയിൽ രാഷ്ട്രീയമായ അവസരത്തിനു വേണ്ടി, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടി ഒരു ഗവർണർ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്യന്തം നിരാശാജനകമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിന് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് ആ അർത്ഥത്തിൽ രാഷ്ട്രബോധമോ നീതിബോധമോ ഇല്ലാത്തവരായിട്ട് ചരിത്രം അവരെ മുദ്രകുത്തുമായിരുന്നു. അതും അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഈ വേളയിൽ ആ വിദ്യാർത്ഥികൾ കാണിച്ച ജാഗ്രത, നമ്മുടെ അടിയന്തര ജനാധിപത്യം ഏതു നിമിഷവും കനത്ത ജാഗ്രതയുടെ കൂടെ നിന്നില്ലെങ്കിൽ അത് വഴുതിപ്പോകുമെന്നും ഈ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന കയറുപോലെ എന്നും കുരുക്കുമെന്നുമുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ ആ പ്രതിഷേധം ആ അർത്ഥത്തിൽ വളരെ വിലപ്പെട്ടതുമാണ്. അത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.